അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളിയുടെ കയ്യും പിടിച്ചെത്തിയ പിണറായി വിജയന് രൂക്ഷ വിമർശനം. സർക്കാർ ഖജനാവിൽ നിന്നും പണം മുടക്കി സർക്കാർ വർഗീയത ആളിക്കത്തിക്കുന്നു, ആഞ്ഞടിച്ച് അങ്ങനെ മുസ്ലിം ലീഗ്. ഇതാണ് ഒരു വാർത്താ തലക്കെട്ട്. ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് PMA സലാമെങ്കിലും ഒന്ന് 21 വർഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും. കേരളത്തിൽ നടക്കുന്നത് ന്യൂനപക്ഷ പ്രീണനമാണോ അതോ ഭൂരിപക്ഷ പ്രീണനമാണോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. 21 വർഷം മുമ്പ് 2004 ഒരു ഓണക്കാലത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഒരു മാധ്യമപ്രവർത്തകന്റെ നിഷ്കളങ്കമായ ഒരു ചോദ്യത്തിന് മറുപടിയായി അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി സംസ്ഥാനത്ത് ന്യൂനപക്ഷ പ്രീണനം ഉണ്ടെന്ന് സമ്മതിച്ചതാണ് അദ്ദേഹത്തിനും കോൺഗ്രസിനുമൊക്കെ വിനയായത്. ഒരു പരമസത്യം വായിൽ നിന്നും പുറത്തു വന്നതിന് AK ആന്റണിയെ ഈ പറയുന്ന UDF-ലെ പ്രമുഖ ഘടക കക്ഷി മുസ്ലിം ലീഗ് ഒറ്റപ്പെടുത്തി. ലീഗ് മാത്രമല്ല, സ്വന്തം പാർട്ടിയിലെ തിരുത്തൽവാദി ഗ്രൂപ്പുകളടക്കം ആന്റണിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, തുറന്ന യുദ്ധം. അങ്ങനെ AK ആന്റണി കേരളത്തിലെ രാഷ്ട്രീയം മതിയാക്കി. പക്ഷേ ഇപ്പോൾ ലീഗിന്റെ കളി കോൺഗ്രസിനോടോ ആന്റണിയോടോ അല്ല, എതിർകക്ഷിയായ CPM-നോടാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ കടുത്ത പരാമർശങ്ങളുമായി മുസ്ലിം ലീഗ് ഒരു ചൂണ്ടയിൽ ഇരയുമിട്ട് അങ്ങനെ രംഗത്തിറങ്ങുമ്പോൾ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം ആനന്ദ് ടിവിയുടെ ഒരു പ്രത്യേക അഭിമുഖ പരിപാടിയിൽ തുറന്നടിച്ചത്. സ്ത്രീ പ്രവേശന വിഷയത്തിൽ അങ്ങ് എടുത്ത നിലപാട് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ ഈ ആഗോള സംഗമം, അയ്യപ്പ സംഗമം നടത്തുന്നത്? അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള അയ്യപ്പ ഭക്തന്മാർ ദേവസ്വം ബോർഡിനോട് അവരാവശ്യപ്പെട്ടു ഒരു അഖില ലോകാടിസ്ഥാനത്തിലുള്ള അയ്യപ്പ സംഗമം, അയ്യപ്പന്മാരുടെ എല്ലാം കൂടിയുള്ള ഒരു സംഗമം സംഘടിപ്പിക്കണം എന്നവർ ആവശ്യപ്പെടുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് ആ നിർദ്ദേശത്തെ അംഗീകരിച്ചു. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു. ഗവൺമെൻറ് അതിന് പൂർണ്ണമായി പിന്തുണയും നൽകുന്നു. ഇതാണ് സംഭവം. അല്ലാണ്ട് പ്രതിവിധിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമൊന്നും അതിൻ്റെ അകത്ത് ഉൾച്ചേർന്നിട്ടില്ല. ഇതാ കാര്യം. ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അവകാശമുണ്ട്. ഗവൺമെന്റിന് അതിന് പിന്തുണ കൊടുക്കാനും സാധിക്കും. അത്രയേ ഉള്ളൂ. നമ്മുടെ ആഗോള അയ്യപ്പ സംഗമം വിശ്വാസ വഞ്ചനയാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞാലാണ് പരിപാടി ദയനീയമായി പരാജയപ്പെട്ടതെന്നുമാണ് PMA സലാം മലപ്പുറത്ത് പറഞ്ഞത്. മുങ്ങിത്താഴ്ന്ന് സർക്കാർ നടത്തുന്ന പിടച്ചിലാണിതെന്നും ലീഗിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നു. സർക്കാർ അയ്യപ്പന്മാരെ കാണുന്നില്ല, അയ്യപ്പ ഭക്തന്മാരെ കാണുന്നില്ല, ആരും ആ സംഗമത്തിൽ പങ്കെടുത്തില്ല എന്ന് PMA സലാം പറയുമ്പോൾ ഒരു കാര്യത്തിൽ സംശയമുണ്ട്. സലാമും മുസ്ലിം ലീഗും അയ്യപ്പ സംഗമത്തിനെതിരാണോ അതോ CPM-നെതിരാണോ? അടുത്ത സലാമിന്റെ വാക്കുകൾ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയുമൊത്ത് പമ്പയിലേക്ക് കാറിൽ വന്നതിനെ പറ്റിയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം വെള്ളാപ്പള്ളി നടേശൻ കാറിൽ പമ്പയിലെത്തിയപ്പോൾ സലാമിൽ അപ്പോൾ കണ്ടു തുടങ്ങി. സലാമിന് തോന്നിയത് അത് ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു കൂട്ടുകെട്ടിന്റെ തുടക്കമാണ്. SNDP-യെയും NSS-നെയും ഒക്കെ അല്ലാതെ അയ്യപ്പ സംഗമത്തിലേക്ക് മറ്റ് മതവിഭാഗങ്ങളെ ക്ഷണിക്കാനാകില്ലല്ലോ. ക്ഷണിച്ചാൽ തന്നെ അതൊരു ഔപചാരിക ക്ഷണവും ഔപചാരിക സന്ദർശനവും മാത്രമാകും. അയ്യപ്പ സംഗമം എന്നത് അർത്ഥവത്താകണമെങ്കിൽ ഹൈന്ദവ സംഘടനകൾ, വിശ്വാസികളുടെ സംഘടനകൾ തന്നെ പങ്കെടുക്കണമെന്നതൊരു വ്യവസ്ഥയാണ്. സർക്കാരോ CPM-ഓ അല്ല സംഗമം നടത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തങ്ങളുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് നടത്തിയതെന്ന് സലാം മറന്നുപോയെന്ന് തോന്നുന്നു. കേരളത്തിൽ വെള്ളാപ്പള്ളിക്ക് മാത്രമേ വോട്ടുള്ളെങ്കിൽ അടുത്ത 3-ാം ടൈമിൽ പിണറായി വിജയൻ ജയിക്കുമെന്നും അല്ലെങ്കിൽ ഇവിടെ UDF ജയിക്കുമെന്നൊക്കെയാണ് PMA സലാം ഇപ്പോഴേ വിളിച്ചു പറഞ്ഞത്. എന്തായാലും UDF-ൽ നിന്ന് വിരുദ്ധമായ ഒരു നിലപാടും തങ്ങൾ എടുക്കുന്നില്ലെന്നും ഈ വിവാദമൊക്കെ UDF-ന്റെ ചുമലിൽ കൊണ്ടുവച്ചുകൊണ്ട് PMA സലാം പറയുന്നു. എന്തായാലും അയ്യപ്പ സംഗമം കേരളത്തിൽ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഇടപാടെന്നൊക്കെ സലാം പറഞ്ഞു വെക്കുന്നുണ്ട്. സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കളിച്ചൊരു കളിയാണത്രേ. എന്തു തന്നെ ആയാലും മുമ്പ് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് ന്യൂനപക്ഷ പ്രീണനമാണെന്ന് ഇടത് വലത് കക്ഷികൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. മുസ്ലിം ലീഗ് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അവരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നുണ്ട്, പക്ഷെ അത് തങ്ങളുടെ ന്യൂനപക്ഷമല്ല, മറ്റു ന്യൂനപക്ഷങ്ങളെയാണെന്ന്. അപ്പോൾ ഇതിപ്പോൾ വന്നിരിക്കുന്ന ഈ അക്കൗണ്ട് ഭൂരിപക്ഷ വർഗീയതയും ഭൂരിപക്ഷ പ്രീണനവുമൊക്കെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് അടക്കം എടുത്ത് പ്രയോഗിക്കുന്നത്. എന്താണ്, ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ്, മറുഭാഗത്ത് അവർ പറയുന്നത് തങ്ങളുടെ എതിരാളികളായി SNDP, NSS,
KPMS തുടങ്ങിയ ഹൈന്ദവ സംഘടനകളാണ്. എന്തായാലും പിണറായി വിജയന് പൂർണ്ണ പിന്തുണയാണ് NSSഉം SNDPയും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. UDFും BJPയും ഈ അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചിരുന്നു. BJPക്ക് ബഹിഷ്കരിക്കാൻ കാരണമുണ്ട്. UDFിന് എന്തായിരുന്നു കാരണം? രാഷ്ട്രീയം. BJPക്കോ ഒരു കാലത്ത് 3-4 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ 2 സ്ത്രീകൾ വന്ന് ദർശനം നടത്തിയതിൽ സംസ്ഥാന സർക്കാരിന് കാര്യമായ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് BJP അതിനെ എതിർത്തത്. അന്നു മുതൽ ഇന്ന് വരെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാം ഇതിനെ എതിർത്തിട്ടുണ്ട്. അതിന് രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ സംസ്ഥാന പ്രസിഡന്റ് മാത്രം ആരും പഴി പറഞ്ഞിട്ട് കാര്യവുമില്ല. പാർട്ടിയുടെ നയം അതേപടി നടപ്പാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടത് വിശ്വാസികളാണ്, കമ്മ്യൂണിസ്റ്റുകാരല്ലെന്ന്. അതെന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ അയ്യപ്പ സംഘം ഇനി പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തെ ചൊല്ലി അങ്ങ് മലപ്പുറത്തിരുന്ന് PMS മുതലക്കണ്ണിൽ ഒഴുക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമൊന്നുണ്ട് എന്നല്ലാതെ മറ്റൊന്നും പറയാനുമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച